സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി സ്വകാര്യ ബസ് ഉടമകൾ. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നടപടിയുണ്ടായില്ലെങ്കിൽ വാഹനബന്ദിലേക്ക് നീങ്ങുമെന്ന് ഉടമകൾ അറിയിച്ചു. ടൂറിസ്റ്റ് ബസ്, ടാക്സി, ഓട്ടോ എന്നിവരെ അണിനിരത്തിയാകും ബന്ദ് നടത്തുക. ഇത് സംബന്ധിച്ച് 6-ന് യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കി. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി വന്നതിനുശേഷം സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഒഴിഞ്ഞ ബസ്സുമായി സർവീസ് പൂർത്തിയാക്കേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്ന് ജീവനക്കാർ പരാതി ഉന്നയിച്ചിരുന്നു. ഡീസൽ ചെലവിനും തൊഴിലാളികളുടെ വേതനത്തിനു പോലും പണം കണ്ടെത്താനാവാത്തത്രയും മോശം അവസ്ഥയിലാണ് ഉള്ളതെന്നും ഉടമകൾ പറഞ്ഞിരുന്നു. UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി യാത്രാ പദ്ധതി വന്നതുമുതൽ സ്വകാര്യ ബസ് മേഖലയുടെ കഞ്ഞികുടി മുട്ടിയ അവസ്ഥയിലാണെന്ന് ഉടമകൾ ആരോപിക്കുന്നു. KSRTCയിലെ ആനുകൂല്യങ്ങളും സൗജന്യയാത്രകളും മൂലം സർവീസുകൾ വൻ നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നത്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കളക്ഷൻ ഗണ്യമായി കുറഞ്ഞതോടെ പാലക്കാട് ജില്ലയിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ദിവസക്കൂലി പകുതിയായി മാനേജ്മെന്റ് കുറച്ചു. ഡ്രൈവർക്കും കണ്ടക്ടർക്കും മുൻപ് 1200 രൂപ വീതം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 600 രൂപ മാത്രമാണ് നൽകുന്നത്. ഇതോടെ ജീവിക്കാൻ മാർഗമില്ലാതെ വലയുന്ന തൊഴിലാളികൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സംഭവം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായതോടെ ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എത്തുന്നവരുണ്ട്. എന്തൊക്കെയായിരുന്നു മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തോറ്റപ്പോൾ പടക്കം പൊട്ടിച്ചതല്ലേ, പായസം വെച്ചതല്ലേ എന്ന തരത്തിലെല്ലാം ചർച്ചകൾ നീളുന്നു. മത്സരയോട്ടവും KSRTCയുമായുള്ള സമയക്രമത്തിലെ തർക്കങ്ങളും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയാണ്. ഡ്രൈവർക്കും കണ്ടക്ടർക്കും കൂലി 1200-ൽ നിന്ന് 600 രൂപയാക്കി പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ സ്വകാര്യ ബസ് മേഖല തകർച്ചയിലേക്ക്. പ്രശ്നം പരിഹരിക്കാമെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ. സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ ഗൌരവം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കി. വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും പരസ്പരം മത്സരിക്കാതെ സമയം ക്രമീകരിച്ച് ഓടുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസ് മേഖലയെ സഹായിക്കാൻ സർക്കാർ ഇതിനകം നികുതിയിൽ 59% കുറവ് വരുത്തിയിട്ടുണ്ട്. KSRTC ചെയ്യുന്നതുപോലെ സ്വകാര്യ ബസ്സുകൾക്കും ബോഡിയിൽ പരസ്യങ്ങൾ നൽകി പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തനിക്ക് സമരങ്ങളോട് ചിലരെപ്പോലെ അലർജിയില്ലെന്നും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും വ്യക്തമാക്കിയ മന്ത്രി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബസ്സുകൾ ഓട്ടം നിർത്തരുതെന്നും സഭയിൽ അഭ്യർത്ഥിച്ചു. ഗതാഗത വകുപ്പിന്റെ അടിയന്തര ഇടപെടലിലൂടെ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ.